ഇന്നത്തെ നമ്മുടെ എന്താ പറയുക കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. എന്താ പറയുക, തളിപ്പറമ്പ് പോയപ്പോൾ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ കുതിരയാണോ കഴുതയാണോ എന്നറിയില്ല, എനക്കറിയാത്തതുകൊണ്ട് കൂടെയുള്ള കൂട്ടുകാരോട് ചോദിച്ചു, ഇതെന്താന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കും ഒരു ഡൗട്ട്, കുതിരയാണോ കഴുതയാണോ എന്നൊക്കെ. അപ്പോൾ അതിനെ കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ 2-3 പേരൊക്കെ വന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എന്തിനാണെന്നറിയില്ല, ദാഹിച്ചിട്ടാണോ വിശന്നിട്ടാണോ എന്നറിയില്ല, ഒരു ഷോപ്പിൻ്റെ മുന്നിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് ഒരു കൗതുകമായിട്ട് തോന്നിയതുകൊണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. തളിപ്പറമ്പ് വന്നിട്ട് നമ്മളങ്ങനെ ആദ്യമായിട്ട് കുതിരയെ കാണുന്നത്. അപ്പോൾ ആ ഒരു ആകാംക്ഷയിൽ നമ്മൾ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകുന്നത്. വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിങ്ങനെ മെല്ലെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്ക് അത് പറഞ്ഞു, അയ്യോ എനിക്ക് ബാഗ് വാങ്ങിക്കണം, നമുക്ക് ബഡാ ബസാർ വരെ ഒന്ന് പോയി വെച്ച് വന്നാലോ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അടുത്തേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ഐറ്റംസും ഒരുപാട് സെലക്ഷൻസും ഉണ്ടായിരുന്നു. കണ്ടില്ലേ, നമ്മൾ പറയില്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ട് കേട്ടോ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ശരിക്കും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നേ. പിന്നെ അവിടെ കയറി ചെന്നപാട് ജാസിൻ്റെ കണ്ണിൽ പെട്ടത്, അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചേച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചി ഇവിടെ ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട്, നമുക്ക് വന്നാലോ എന്നൊക്കെ അവരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് അവിടെ ഒന്നും കണ്ണിൽപ്പെട്ടില്ല. ചെന്നപാടെ എനിക്ക് ഈ ഫ്ലവേഴ്സാണ് കണ്ണിൽ പെട്ടത്. കണ്ടില്ലേ, എത്ര ഇനം ഫ്ലവേഴ്സാല്ലേ. ഞാനതൊക്കെ നോക്കി. തൊട്ടപ്പുറം ചെന്നപ്പോൾ അവിടെ കുറേ ടോയ്സ് ഉണ്ടായിരുന്നു. ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോയേ. പിന്നെ ചേച്ചിയും ജാസും കൂടെ ഫ്ലവേഴ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൂടെ വന്ന നീതുസും മനുവും വേഗം നോക്കാൻ വേണ്ടിയിട്ട് അവരങ്ങ് അപ്പുറ സൈഡിലേക്ക് പോയി. ഓരോരുത്തർ ഓരോ സെക്ഷനിലേക്ക് പോയി ഗേസ്. കണ്ടില്ലേ, ഇതിനൊക്കെ ഈ ഫ്ലവേഴ്സിനൊക്കെ മിതമായ റേറ്റേ ഉള്ളേ. കണ്ടില്ലേ, പിന്നെ ഞാനുണ്ടല്ലോ അവിടെ നിന്നപ്പോൾ ആ ഫ്ലവർ നോക്കി തിരിഞ്ഞപ്പം അവിടെ ഒരു ചെരുപ്പ് കണ്ടു. ഒരു ചെരുപ്പല്ല, കുറേ ചെരുപ്പുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് ഈ വെള്ളച്ചെരുപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗേസ്. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനതിനെ കുറച്ച് നേരം ഇങ്ങനെ തൊട്ടുകൊണ്ടൊക്കെ ഇരുന്നു. കണ്ടില്ലേ, എനിക്കൊരുപാട് ഇഷ്ടമായി ആ ചെരുപ്പ്. പിന്നെ അവിടെ വിവിധ തരം മോഡേഴ്സ് ഉണ്ട് കേട്ടോ. പല പല മോഡലുള്ള ചെരുപ്പുകളും ബാഗുകളും ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. പിന്നെ അങ്ങനെ നടന്നു പോയപ്പോൾ ആ ഒരു ബാഗ് എനിക്കിഷ്ടമായി. ഞാൻ എന്നിട്ട് അതിങ്ങനെ എടുത്ത് നോക്കി. ചേച്ചിയോട് അതിൻ്റെ റേറ്റ് ചോദിച്ചു. അപ്പോൾ ചേച്ചി അതിൻ്റെ റേറ്റ് നോക്കുന്നുണ്ട്. അതൊക്കെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെ റേറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പക്ഷേ റേറ്റ് കണ്ടെത്താനായില്ല. എന്നിട്ട് ചേച്ചി പറഞ്ഞു, ഞാനൊന്ന് ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ചേച്ചി അപ്പുറത്തേക്ക് മാറി ഗേസ്. പിന്നെ ഈ ഷൂസിൻ്റെ കളക്ഷൻസ് ഒരുപാടുണ്ട് കേട്ടോ. എത്ര തരം ഷൂസാല്ലേ, കണ്ടില്ലേ. ലേഡീസിന് പിന്നെ പറയണ്ട ഗേസ്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സെലക്ഷൻസ്. കണ്ടില്ലേ, കുട്ടീസ് കുട്ടീസ് കുഞ്ഞുവാവകൾക്കുമുള്ള ചെരുപ്പുകൾ ഒരുപാടുണ്ട്. ഈ ചെരുപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായേ. കണ്ടില്ലേ, സൂപ്പറല്ലേ. അതും സൂപ്പറാണ്. എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളായതുകൊണ്ട് ഈ പെൺപിള്ളേരുടെ ഡ്രസ്സും ചെരുപ്പൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ്. കാരണം അവർക്ക് ഒരുപാട് സെലക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ആൺകുട്ടികൾക്ക് പൊതുവേ സെലക്ഷൻസ് ഒക്കെ കുറവല്ലേ. പിന്നെ അതൊക്കെ നോക്കി അതുവഴി പോയപ്പോൾ ബ്രഷൊക്കെ കണ്ടു. അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി. ഈ വരുന്ന കക്ഷിക്കാണ് നമ്മൾ ബാഗ് വാങ്ങിക്കാൻ പോയത്. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ബാഗൊക്കെ വാങ്ങി. പിന്നെ അതവിടെ പാക്കിംഗ് ആക്കി വെച്ചു ഗൈസ്.
പിന്നെ അതുവഴി ഇതുവഴി കറങ്ങി പോയപ്പോൾ ഡ്രസ്സിൻ്റെ അവിടെ വന്നെത്തി. പിന്നെ എന്താ പറയുക, ഡ്രസ്സ് സെലക്ഷൻ നോക്കാമെന്ന് കരുതിയിട്ട് എന്താ പറയുക, അവിടെ കണ്ടില്ലേ ഒരു ഉടുപ്പ്, അവിടത്തേക്ക് ചെന്നു. അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി. കണ്ടില്ലേ എന്ത് രസാല്ലേ, എത്ര ഇനം ഡ്രസ്സുകളാ, അതും പല പല മോഡേണ്. ജാസിന് ആ ബ്ലാക്ക് പാവാട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു വന്നാൽ പിന്നെ ഓറഞ്ച് പാവാട കൂടെ ഒന്ന് എടുത്തൊന്ന് എന്താ പറയുക ഒന്ന് വെച്ച് നോക്കാൻ പറഞ്ഞു. കണ്ടില്ലേ നല്ല രസമില്ലേ ഗൈസ്. പിന്നെ അതിൻ്റെ റേറ്റ് അതിനകത്തില്ലായിരുന്നേ. അപ്പോൾ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി അത് തപ്പി നോക്കുന്നുണ്ട്. പക്ഷെ പല ഇതിനും എന്താ പറയണ്ടേ, ചില ഡ്രസ്സിനൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചിലതിന് റേറ്റും കാര്യങ്ങളൊന്നും ഒട്ടിച്ചിട്ടില്ല. ഡ്രസ്സിന് മാത്രമല്ല കേട്ടോ, അങ്ങനെ പല ഐറ്റംസിനും അങ്ങനെ കണ്ടില്ല. ചിലതിനുണ്ട് പക്ഷെ ചിലതിനില്ല. പിന്നെ എനിക്ക് ഒട്ടും ക്ഷമ വരുന്നില്ല ഗെയ്സ്. ഞാൻ ആ ഉടുപ്പ് പോയിട്ട് എടുത്തിട്ട് ഇങ്ങനെ എന്താ പറയുക വെച്ചൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കളേഴ്സ് എന്താ ചേഞ്ചസ് ഉണ്ട്. റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അങ്ങനെ കുറച്ച് കളേഴ്സുണ്ട്. പിന്നെ കുഞ്ഞു വാവയ്ക്കുള്ള ഡ്രസ്സ് കണ്ടില്ലേ ഇത് രസമാണ്. പിന്നെ കുഞ്ഞു വാവകൾക്കുള്ള പാവാടയുണ്ട്. ബനിയനുണ്ട്, ടീഷർട്ടുണ്ട്. കണ്ടില്ല ആ പാവാടയൊക്കെ എന്ത് രസമാണ്. കണ്ടില്ലേ സ്കൈ ബ്ലൂ, സൂപ്പർ കളറല്ലേ സ്കൈ ബ്ലൂ. പിന്നെ അടിപൊളി ക്യാപ്പുണ്ട്. പിന്നെ അവിടെയുള്ള തൊപ്പിയൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പം ചേച്ചി വന്നിട്ട് പറഞ്ഞു സമയം പോയി നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. പിന്നെ അപ്പാട് നമ്മൾ ആലക്കോട് ചെറുപുഴ ബസ്സിൽ കയറി. അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് വേറൊരു സ്ഥലത്തൂടെ ഇറങ്ങാനുണ്ടായിരുന്നു, വായാട്ടുപറമ്പ. പിന്നെ നമ്മൾ വായാട്ടുപറമ്പ ചെന്നിറങ്ങി. അവിടെ ചെന്നിറങ്ങിയ പാട് നമ്മൾ ഒരു ഹോട്ടലിൽ കയറി. തണുത്ത വെള്ളം ചോദിച്ചു, ലൈമിന് ചോദിച്ചു. അപ്പോൾ ലൈം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വേറെ ഹോട്ടലിൽ വന്നു. പിന്നെ അവിടെ നിന്ന് കുപ്പിവെള്ളം വാങ്ങിച്ചു. ചായക്ക് ഓർഡർ കൊടുത്തിട്ട് കുപ്പിവെള്ളം വാങ്ങിച്ച് നമ്മൾ 5 പേര് ഷെയർ ചെയ്ത് കുടിച്ചു. അപ്പോൾ കുടിച്ചപ്പോൾ അതിൽ അനുവിന് ഭയങ്കര പല്ലുവേദന. അപ്പോൾ തണുത്ത വെള്ളം പോയപ്പോൾ കണ്ട റിയാക്ഷനാണ് ഗൈസ് അത്. പിന്നെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു. ഇന്ന് നല്ല വെയിലല്ലേ, തളിപ്പറമ്പ് ഏരിയയിലൊക്കെ നല്ല കട്ട വെയിലായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ദാഹമായിരുന്നു. പിന്നെ എന്താ പറയുക, കടിയൊക്കെ വാങ്ങി എല്ലാവർക്കും വേണമെന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവർ ഉള്ളിവട വാങ്ങിച്ചു ഗൈസ്. പിന്നെ നമുക്കുള്ള ചായ വന്നു. ആ ചേട്ടൻ ചായയൊക്കെ കൊണ്ടു തന്നു. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. നേരെ കരുവഞ്ചാൽ വന്നു. പിന്നെ കരുവഞ്ചാലിൽ നിന്ന് നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോയി. എന്താ പറയുക, അപ്പോൾ ഇന്നത്തെ തളിപ്പറമ്പ് പോയ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.